പ്രിയപ്പെട്ടവരെ, ഗാസയുടെ കണ്ണീരും നോവും നമ്മളിലെ വേദനകൾക്ക് ഇപ്പോഴും ഒരു പരിഹാരം തീർത്തിട്ടില്ല. അതിനിടെയാണ് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന കരളലിയിപ്പിക്കുന്ന വാർത്തകളും രംഗങ്ങളും നമ്മെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. 1956 ഈജിപ്തിൻ്റെയും ബ്രിട്ടൻ്റെയും കോളനി വാഴ്ചയിൽ നിന്നും മോചിതമായ കാലങ്ങൾക്ക് ശേഷവും മുൻപും ഇപ്പോഴും സുഡാൻ പട്ടിണിയിൽ നിന്നും കരകയറിയിട്ടില്ല. എന്നാൽ സമ്പത്തിൻ്റെയും ധാതു സമ്പത്തിൻ്റെയും കാര്യത്തിൽ ആ ഭൂമിയാവട്ടെ കുന്നോളം അത്ഭുതങ്ങൾ തീർക്കുന്നതുമാണ്. സ്വർണവും പെട്രോളിയവും ധാരാളമുണ്ട്. സ്വർണത്തിൻ്റെ കാര്യത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്തുമാണ് സുഡാൻ. എന്നിട്ടും ആ രാജ്യത്തിന് അതനുഭവിക്കുവാനുള്ള ഒരു യോഗവുമില്ല. അതിൻ്റെ ഒരു ഗുണവും ആ നാട്ടുകാർക്കോ ജനങ്ങൾക്കോ ലഭിക്കുന്നുമില്ല. അവരിപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെ കുടിക്കുന്നവരോ മണ്ണ് തിന്ന് ജീവിക്കുന്നവരോ ഒക്കെയാണ്. ആ രാജ്യമെന്നല്ല, മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും അവസ്ഥ ഇതുതന്നെ. ഓർക്കുന്നുണ്ടോ, ലോകപ്രശസ്ത പുലിസ്റ്റർ സമ്മാനത്തിന് അർഹമായ കെവിൻ കാർട്ടറുടെ ഒരു ചിത്രം? വിശന്നു വലഞ്ഞ എല്ലും തോലുമായ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാത്തിരിക്കുന്ന കഴുകന്റെ ചിത്രം. അതാണ് സുഡാൻ. അന്നത്തെയും ഇന്നത്തെയും സുഡാൻ. പട്ടിണി, ദാരിദ്ര്യം, അശാന്തി, ഗോത്രവർഗങ്ങളുടെ തമ്മിലടി, അധികാരം പിടിക്കുവാനുള്ള പട്ടാളത്തിലെ തന്നെ 2 ഗ്രൂപ്പുകളുടെ ക്രൂരമായ ആക്രമണങ്ങൾ, സുഡാനിലെ എണ്ണയിലും സ്വർണത്തിലും കണ്ടുവെച്ച് അക്രമത്തിന് ആയുധവും പണവും പ്രോത്സാഹനവും നൽകുന്ന ചില പരിഷ്കൃത രാജ്യങ്ങൾ എല്ലാം സുഡാനെ ഇന്ന് കൊണ്ടെത്തിച്ചത് ഒന്നല്ല, ഒരുപാട് കഴുകന്മാർക്ക് മനുഷ്യരെ ഭക്ഷിക്കുവാനുള്ള സാഹചര്യത്തിലേക്കാണ്. 2 വർഷത്തിനിടെ 1.5 ലക്ഷം മനുഷ്യർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു സുഡാനിൽ. ഇപ്പോഴും നിർബാധം കൊള്ളയും കൊലയും തീവെപ്പും ബലാത്സംഗവും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുമൊക്കെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ചോദിക്കുവാനില്ല. രാജ്യത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും ഒരുപോലെ കലാപ അന്തരീക്ഷം. എങ്ങും വെടിയും പുകയും തീയും ആർത്തനാദങ്ങളും ചോരകളും ചോര മണത്ത് നടക്കുന്ന തെരുവുകളും ഒക്കെയായി ഇപ്പോഴും സുഡാൻ പോവുകയാണ്. 1.5 കോടി ജനത ഭവനരഹിതരായി കഴിഞ്ഞു എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ആയിരക്കണക്കിന് സ്ത്രീകൾ മാനഭംഗത്തിനിരയായി. കുട്ടികൾ കൂട്ടത്തോടെ കശാപ്പ് ചെയ്യപ്പെടുന്നു. രോഗങ്ങളും മരുന്നും വെള്ളമില്ലായ്മയും ഭക്ഷണവും പോഷകാഹാരമില്ലായ്മയും ജനത്തെ വലച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ പരം ഒരു നാട്ടിൽ ഇനി എന്താണ് നടക്കാൻ ബാക്കിയുള്ളത്? ഒരു വീഡിയോ കാണാനിടയായി. മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. തോക്കേന്തിയ RSF അഥവാ കലാപത്തിന് നേതൃത്വം നൽകുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിലെ സൈനികർ ആ ദൃശ്യങ്ങൾക്കിടയിൽ ചിരിച്ചുകൊണ്ട് സെൽഫി എടുക്കുന്നതാണ് രംഗം. മനുഷ്യത്വത്തിൻ്റെ കണിക പോലും സുഡാനിലെവിടെയും കാണാനില്ല. കൊല്ലുക മാത്രമല്ല, പ്രാകൃതമായ രീതിയിൽ സ്ത്രീയെന്നോ കുട്ടിയെന്നോ വൃദ്ധരെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ അതിഭയാനകമായ ക്രൂരതയ്ക്ക് അവരെ വിധേയമാക്കിക്കൊണ്ട് ഇഞ്ചിഞ്ചായി ഒരാളെ കൊല്ലുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരമ്മ തൻ്റെ 2 മക്കളെ മാറോടണച്ച് പിടിക്കുകയാണ്. ആ അമ്മയെ ചട്ടവാറുകൊണ്ടടിക്കുകയാണ്. ആ അടി ഏറ്റുവാങ്ങുന്നത് പലപ്പോഴും ആ കുഞ്ഞുങ്ങളാണ്. ആർത്തലച്ച് കരഞ്ഞിട്ടും ആ അടിക്കുന്നയാളിൻ്റെ കൈ ഒരൽപ്പം പോലും വിറയ്ക്കുന്നില്ല. അത്രമേൽ ക്രൂരമായ ദൃശ്യങ്ങൾ ഓരോന്നും നമുക്ക് കാണാൻ കഴിയാത്ത തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാൻ ഇവർ തയ്യാറല്ല. SAF-ഉം അഥവാ സുഡാനീസ് ആംഡ് ഫോഴ്സും RSF-ഉം അഥവാ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സുഡാനിലെ 2 സൈനിക വിഭാഗങ്ങളാണ്. ഒന്ന് അർദ്ധ സൈനിക വിഭാഗം. SAF-ന്റെ ജനറൽ അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ ഒരു ഭാഗത്തും RSF-ന്റെ തലവൻ മുഹമ്മദ് ഹംദാൻ ഡഗാലോ അഥവാ ഹമേദി മറുഭാഗത്തും സംഘർഷങ്ങളെ നയിക്കുകയാണ്. 1989 പട്ടാള അട്ടിമറിയിലൂടെ അധികാരത്തിലെത്തിയ ഉമർ അൽ ബഷീർ 30 വർഷം സുഡാനിൻ്റെ ഭരണം കൈയാളി. അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ഭരണശൈലിയുടെ അവശേഷിപ്പുകളാണ് ഇന്ന് സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ അത്രയും. സ്വന്തം സ്ഥാനം പട്ടാളത്തിൽ നിന്ന് സുരക്ഷിതമാക്കി നിർത്താനും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താനും ഉമർ ബഷീർ പാലൂട്ടി വളർത്തിയതാണ് ഇന്നത്തെ RSF എന്ന വിമത സൈനിക സേന. അലഞ്ഞു തിരിയുന്ന നിരവധി ഗോത്രങ്ങളുണ്ട് സുഡാനിൽ. അവരിലെ ജൻജാവിദ് വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു ഇപ്പോഴത്തെ RSF തലവൻ ഹമേദി. ജൻജാവിദ് എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്തെ ആത്മാക്കൾ എന്ന ഒരു വിഭാഗമാണ്. അവരുടെ ആക്രമണ സ്വഭാവം കൊണ്ടവർ ഏറെ കുപ്രസിദ്ധരാണ്. ഈ ജൻജാവീദുകൾ പലപ്പോഴും കുതിരപ്പുറത്തെ അഹങ്കാരം എന്ന് വെച്ചാൽ ആ നാട്ടിൻ്റെ ഏറ്റവും വരേണ്യ വിഭാഗം എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ ക്രൂരതകൾക്കും
കൂട്ടുനിൽക്കുകയും അതിന് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഒരു നിയമങ്ങളെയും അംഗീകരിക്കാത്തവരുമായി ഈ വിഭാഗം മുന്നോട്ട് പോവുകയാണ്. ഇവരെ ഈ ബഷീർ യഥേഷ്ടം വളർത്തി രാജ്യത്തിൻ്റെ സൈന്യത്തിനോടൊപ്പം അധികാരമുള്ള സ്വതന്ത്ര ഒരു ബദൽ സേനയാക്കി മാറ്റിയെടുത്തു. റഷ്യയിലൊക്കെ വാഗ്നർ സേന എങ്ങനെയാണോ റഷ്യക്കൊപ്പം ആദ്യം പ്രവർത്തിച്ചത്, അതുപോലെ ഈ സംവിധാനത്തെയും RSFനെയും സൈന്യത്തിനോടൊപ്പം അധികാരമുള്ള ഒരു സ്വതന്ത്ര സംവിധാനമാക്കി ഇദ്ദേഹം ബഷീർ മാറ്റിയെടുക്കുകയാണ്. എതിർക്കുന്നവരെ അവർ ക്രൂരമായി അടിച്ചമർത്തി. നിരവധി മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ ചരിത്രം തന്നെ പിന്നീട് ഇവർ സൃഷ്ടിക്കുന്നതാണ് സുഡാനിൽ നിന്ന് നമ്മൾ കണ്ടത്. 2018 ബഷീറിന്റെ ദുർഭരണത്തിനെതിരായ പ്രതിഷേധങ്ങൾ വളരെ വലിയ രീതിയിൽ സുഡാനിൽ അലയടിച്ചു. സൈന്യവും RSFും നിരവധി പേരെ കൂട്ടക്കൊല ചെയ്തെങ്കിലും കാര്യങ്ങൾ നിയന്ത്രണാതീതമായി. ഈ സമയത്ത് തങ്ങളുടെ സ്ഥാനം നിലനിർത്താനായി സൈന്യവും RSFും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ബഷീറിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് ബഷീർ എന്ന് പറയുന്ന പര്യായം അവിടെ അവസാനിക്കുന്നതും ശേഷം രണ്ടാമതൊരു രക്തപങ്കിലമായ രാഷ്ട്രീയം സുഡാനിൽ പിറവിയെടുക്കുന്നതും. സൈനിക മേധാവിയായ ജനറൽ ബുർഹാൻ അധികാര സ്ഥാനത്തേക്ക് എത്തുകയാണ്. രണ്ടാമതായി RSF തലവനായ ഹമേദിയും അധികാരത്തിൻ്റെ ഭാഗമായി അന്നൊരു സംയമനവും അന്നൊരു രീതിയുമൊക്കെ അവിടെ അവലംബിക്കപ്പെടുകയാണ്. പ്രതിഷേധക്കാരുമായുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 2019 അവർക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു ഭരണം പിന്നീട് അവിടെ സ്ഥാപിക്കുന്നുണ്ട്. എന്നാൽ 2 വർഷങ്ങൾക്കകം ജനറൽ ബുർഹാനും ഹമേത്തിയും മറ്റൊരു പട്ടാള അട്ടിമറിയിലൂടെ ഈ നേതാക്കളെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അതിനുശേഷം അധികാരത്തിനായി ഇവർ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിടം മത്സരമാണ് ഇപ്പോൾ ആഭ്യന്തര സംഘർഷത്തിലേക്ക് രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നതും ജനങ്ങൾ തെരുവിൽ തല്ലി മരിച്ചുകൊണ്ടിരിക്കുന്നതും. നിലവിൽ പടിഞ്ഞാറൻ മേഖല RSFിൻ്റെ കീഴിലും കിഴക്കൻ മേഖല സൈന്യത്തിൻ്റെ കീഴിലുമാണ് എന്ന കണക്കെ ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ സ്വർണ്ണ ഖനികൾ ഏറെയുള്ളത് RSF നിയന്ത്രിതമായ ഭൂപ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണത്തിൽ കണ്ണുവെക്കുന്ന ചില രാജ്യങ്ങളുണ്ട്, ചില പ്രമുഖ രാജ്യങ്ങൾ. ആ പ്രമുഖ രാജ്യങ്ങൾ ഈ RSFന് നിർബാധം ആയുധങ്ങളായും പണമായും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളായും ഒക്കെ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ RSF ലോകാടിസ്ഥാനത്തിൽ അവരെ നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്തൊരു കക്ഷിയായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. RSF കെനിയയിൽ വെച്ച് അവർക്ക് നിയന്ത്രണമുള്ള മേഖലയിൽ സമാന്തര ഭരണകൂടത്തിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. RSF എന്നത് കേവലം ഒരു ആൾക്കൂട്ടമല്ല, 100,000-ഓളം അംഗസംഖ്യയുള്ള വലിയൊരു സൈനിക വിഭാഗമാണ്. ശക്തമായ സാമ്പത്തിക അടിത്തറ ഇവരുടെ കയ്യിലുള്ള സ്വർണ്ണ ഖനികൾ കൊണ്ട് ഇവർക്കുണ്ട്. അതിനെല്ലാം പുറമെ ശക്തമായ വിദേശ ബന്ധങ്ങളും ഈ ഹമേദിക്ക് RSFിൻ്റെ തലവനുണ്ട്. എറിത്രിയ, ലിബിയ എന്നീ രാഷ്ട്രങ്ങളുമായി സൈനിക നീക്കുപോക്കുകളും ഇവർക്കുണ്ട്. മറ്റൊരു പ്രധാന പിന്തുണ റഷ്യയിലെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയുമായുള്ള ഇവരുടെ ബന്ധം കൂടിയാണ്. ഉക്രൈനിൽ റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഇവർ വലിയ തോതിൽ RSFന് ആയുധങ്ങൾ കൈമാറി എന്നാണ് എതിർ വിഭാഗം ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് സൈന്യത്തെ സംബന്ധിച്ച് വ്യോമസേനയുടെ മേധാവിത്വം സൈന്യത്തിനുണ്ടെങ്കിൽ പോലും സ്വന്തം ജനതയ്ക്ക് മേലത് പ്രയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. പലപ്പോഴും ജനവാസ കേന്ദ്രങ്ങളിൽ RSF പിടിമുറിക്കുകയും അവരുടെ ആ ജനവാസ മേഖലകൾ താവളങ്ങളാക്കിക്കൊണ്ട് ജനങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷണമാണ് ഇപ്പോൾ സുഡാനിലുള്ളത്. ജനറൽ ബുർഹാൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഫത്താ അൽ സിസിയുടെ ഒരു ആത്മമിത്രമാണ് എന്നതും നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചില അറബ് രാജ്യങ്ങൾക്കും ഈജിപ്തിനുമൊക്കെ സുഡാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടൽ പാതയിൽ ഒരു കണ്ണുണ്ട് എന്നുള്ളതും അത് നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ അവരുടെ ചരക്ക് നീക്കുപോക്കുകളിലും വ്യാപാരത്തിലുമൊക്കെ വലിയ നേട്ടം ഇവർക്കുണ്ടാകുമെന്നതൊക്കെ ഇത്തരം രാഷ്ട്രങ്ങളെ സുഡാനിലെ ഈ RSFനെ ആയുധവൽക്കരിക്കുവാനും അക്രമത്തിന് അവരെ പിന്തുണ കൊടുക്കുവാനും ഒക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ്. പോരാട്ടത്തിൽ ഈജിപ്തിൻ്റെ ശക്തമായ പിന്തുണ ബുർഹാൻ വിഭാഗത്തിനുണ്ട് എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും പറയുന്നത്. അന്താരാഷ്ട്ര പിന്തുണക്കപ്പുറത്ത് വൻ സാമ്പത്തിക മാനങ്ങൾ കൂടി ഈ ഏറ്റുമുട്ടലുകൾക്ക് പിറകിലുണ്ടാകുമ്പോൾ അത് ഒരിക്കലും അവസാനിക്കരുത് എന്ന് കാണുന്ന രാജ്യങ്ങൾ ഏറെയാണ് ഈ സംഘർഷത്തിന് പിറകിൽ എന്നത് നമ്മൾ മനസ്സിലാക്കണം. വലിപ്പത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആഫ്രിക്കയിൽ 3-ാം സ്ഥാനത്തിലുള്ള സുഡാൻ
പട്ടിണി കൊണ്ടും വികസന മുരടിപ്പ് കൊണ്ടും എല്ലാ കാലത്തും വാർത്തയിൽ നിറയുന്നതാണ്. പെട്രോളിയവും സ്വർണവും തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ രാജ്യമാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന സ്വർണ്ണഖനികൾ വിദേശ കോർപ്പറേറ്റുകളുടേതാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങൾക്ക് തങ്ങളുടെ നാടിൻ്റെ ധാതുക്കളെ കൊണ്ട് സമ്പന്നമാകാനോ പട്ടിണി മാറ്റാനോ കഴിയാത്ത ഒരവസ്ഥയും ഇന്ന് അവർക്കുണ്ട്. അവർക്ക് സംരക്ഷണം നൽകുന്നതാകട്ടെ സൈനിക വിഭാഗങ്ങളാണ്. ആർക്ക്? ഈ ധാതു ഖനികളിൽ പ്രവർത്തിക്കുന്ന വിദേശ കോർപ്പറേറ്റുകൾക്ക് ഈ സുഡാനിൻ്റെ സൈനിക വിഭാഗങ്ങൾ വന്ന് കാവലിൽ നിന്ന് ഇവരുടെ സ്വർണവും സമ്പത്തുമെല്ലാം ഈ സമ്പന്ന രാഷ്ട്രങ്ങളോ ഈ ചൂഷക രാഷ്ട്രങ്ങളോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഇവർ ഇപ്പോഴും ആ പട്ടിണിയിലും ആ ചൂടിലും ആ ചൂളകളിലും പണിയെടുത്ത് മറ്റു രാജ്യങ്ങളെ സമ്പന്നമാക്കി വിടുമ്പോഴും അതിൻ്റെ 1% പോലും സ്വന്തം രാജ്യത്തേക്ക് അതിൻ്റെ നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആഫ്രിക്കയിൽ വലിയ അളവിൽ സ്വർണ്ണശേഖരമുള്ള രാഷ്ട്രങ്ങളിലൊന്നാണ് സുഡാൻ എന്ന് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം മാത്രം 64.4 ടൺ സ്വർണമാണ് സുഡാനിൽ നിന്ന് ഖനനം ചെയ്തെടുത്തത്. ഇതിൽ പകുതിയിൽ കൂടുതലും കള്ളക്കടത്ത് വഴിയാണ് രാജ്യത്തിൻ്റെ പുറത്തേക്ക് പോകുന്നത് എന്നാണ് ഇവിടെ ഏറ്റവും പ്രധാനമായ കാര്യം. സ്വർണ്ണ വ്യാപാരത്തിൽ യൂറോപ്യൻ കമ്പനികളുടെ താല്പര്യങ്ങളും സായുധ സേനകളുടെ വരുമാനവും ആയുധ കൈമാറ്റങ്ങളും എല്ലാം പരസ്പര ബന്ധിതമാണ്. അതുകൊണ്ട് തന്നെ സമാധാനം പുലരാതിരിക്കുക എന്നുള്ളത് പലരുടെയും ആവശ്യമാണ്. എന്നിരുന്നാലൊക്കെ തന്നെയും ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് ഒടുവിൽ ഇതിൻ്റെ പരിക്ക് പറ്റുന്നതും അതല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണ്. 2023 മുതൽ തുടങ്ങിയ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഈ രൂക്ഷമായ സംഘർഷണത്തിൽ 1.5 ലക്ഷം മനുഷ്യരിലധികം കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗിക കണക്ക് ഇതിലും കൂടുതൽ വരും. ഭവനരഹിതരായവർ, സമ്പത്തും മാനവും നഷ്ടപ്പെട്ടവർ, പരിക്കേറ്റവർ, ഇതിൻ്റെ കണക്കുകളെല്ലാം വളരെ ഭീതിജനകമാണ്. ഗസയെക്കുറിച്ച് നമ്മൾ തെരുവിൽ ഇടതടവില്ലാതെ പോരാടിക്കൊണ്ടിരുന്നവരാണ്. ലോകത്തിൻ്റെ മനസ്സാക്ഷി മരിച്ചതിനെ കുറിച്ച് വലിയ തരത്തിൽ വലിയ ചർച്ചകൾ സംഘടിപ്പിച്ചവരാണ് ലോക സമൂഹം. എന്നാൽ ആഫ്രിക്ക എന്നും ലോകത്തിൻ്റെ കണ്ണിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു രാഷ്ട്രങ്ങളാണ്. ആഫ്രിക്കയിലെ പല രാഷ്ട്രങ്ങളുടെയും അവസ്ഥ അതാണ്. അവിടുത്തെ പട്ടിണിയോ അവിടുത്തെ ദാരിദ്ര്യമോ അവിടുത്തെ സംഘർഷങ്ങളോ അവിടുത്തെ മരുന്നില്ലായ്മയോ അവിടുത്തെ പീഡനങ്ങളോ ഒന്നും ലോകത്തിൻ്റെ കണ്ണിൽ ഒരു വാർത്തയേ അല്ല. അവർ എഴുതി തള്ളപ്പെട്ട ഒരു ജനത പോലെ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ UN-ന്റെ പരിധിയിലേക്ക് വരുന്നതിൽ പോലും പരിമിതികൾ ഉണ്ടാകുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിൽ എന്ത് നടന്നാലും പുറം ലോകത്തിനത് പ്രശ്നമല്ലാത്തതുകൊണ്ട് ആ കൊള്ളയും കൊലയും ഇന്നും നിർബാധം തുടരുന്നുണ്ട് എന്നത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന വേദനയുടെ അങ്ങേ തലയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ സമവായത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിനൊക്കെ പരിധിയുണ്ട്. റഷ്യയുടെ ഇടപെടൽ വളരെ ശക്തമായി ഈ RSFന് പിന്തുണയായി നിലനിൽക്കുന്നുണ്ട്. റഷ്യൻ ഇടപെടൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രക്തരൂക്ഷിതമായി വളരുന്നുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘർഷങ്ങൾക്ക് മേൽ അന്താരാഷ്ട്ര ശ്രദ്ധ പതിയുന്നത് കുറയുന്നത് കാരണം അവിടെ ഈ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഏത് തലത്തിലായിരിക്കും ഈ സംഘർഷത്തിന് അഴവുണ്ടാവുക എന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു.